എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഉറപ്പുവരുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് നമ്മൾ ഒരു ചോദ്യത്തിൻ്റെ ഒരു ടാഗ്, ഒരു വാല് പോലെയുള്ള ചെറിയ ഒരു അംശം ചേർത്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി കൊടുക്കുന്ന തരത്തിൽ എഴുതുന്ന ഒരു ഗ്രാമറാണ്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ആഡഡ് at the end of a statement to draw or attract attention to it or to give added force to it is called a tag question. എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, അതിനൊരു ഉറപ്പ് കൊടുക്കുക, അതായത് ഒരു ചോദ്യത്തിൻ്റെ ഇഫക്റ്റ് കൊടുക്കുക. അതാണ് ശരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ വരും. സ്റ്റേറ്റ്മെൻറ്റ് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നനുസരിച്ചിട്ടായിരിക്കും ടാഗ് വരിക. ടാഗ് മീൻസ് ടെയിൽ. ജസ്റ്റ് അതിൻ്റെ പിന്നാലെ വരുന്ന സഫിക്സ് ആയിട്ട് വരുന്ന, ഏകദേശം സഫിക്സ് പോലെ പിന്നാലെ വരുന്നതാണ് ടാഗ്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നിയമം, എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അതിനെ ഫോളോ ചെയ്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് വരിക. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഇഫക്റ്റ് കിട്ടുന്ന അർത്ഥം. ആൻഡ് ആൾസോ അറ്റ് ദ സെയിം ടൈം ആൻഡ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് എ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പോസിറ്റീവ് ടാഗ് ആയിരിക്കും എന്നർത്ഥം. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുമ്പോൾ അതിൽ കുറച്ച് വാക്കുകൾ, സം വേർഡ്സ് ഇൻ സെമി നെഗറ്റീവ്. അപ്പോൾ കുറച്ച് വാക്കുകൾ, കുറച്ച് സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അർത്ഥമായിട്ട് അല്ലെങ്കിൽ പകുതിയായിട്ട്, ഒരു ഭാഗികമായിട്ട് അത് നെഗറ്റീവ് ഇഫക്റ്റ് തരുന്ന വാക്കുകളുണ്ട്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, scarcely, rarely and seldom. ഒന്നുകൂടി പറയാം. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി ആൻഡ് സെൽഡം. ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ടാഗ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ടാഗ് ആയിരിക്കും വരിക. That is, semi-negative words like little, few, hardly, scarcely, rarely and seldom are treated as negatives and take positive question tag. Positive question tag. അതേപോലെ തന്നെ words like a few and a few and a little are treated as positive. അത് പോസിറ്റീവാണ്. ആൻഡ് ടേക്ക് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ എ ഫ്യൂ എന്നോ എ ലിറ്റിൽ എന്നോ വരികയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ഇഫക്റ്റ് ആണ് തരിക. അതുകൊണ്ട് അതിൻ്റെ ടാഗ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി നെഗറ്റീവ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോൾ അവിടെയുള്ള ഹെൽപ്പിംഗ് വെർബ് ഏതാന്ന് നോക്കണം. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് എന്ന് വെച്ചിട്ടുള്ള സ്പ്ലിറ്റിംഗ് നടത്താം നമുക്ക്. അപ്പോൾ ഇഫ് യു റൈറ്റ് എ ക്വസ്റ്റ്യൻ ടാഗ്, യു മസ്റ്റ് പുട്ട് ദ ഹെൽപ്പിംഗ് വെർബ്. ഇഫ് ദ ഹെൽപ്പിംഗ് വെർബ് ഈസ് നോട്ട് ദെയർ, വി ക്യാൻ സ്പ്ലിറ്റ് ദ വെർബ്സ് ബൈ യൂസിങ് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഡുവോ, ഡസോ, ഡിഡോ വെച്ച് ആവശ്യമുണ്ടെങ്കിൽ, ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ നമുക്കറിയാം പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഡു, ഡസ്, ഡിഡ് ഫോമാണ് വരിക. അങ്ങനെ വരുമ്പോൾ അവിടെ ഡൂവും ഡസും ഡിഡും എഴുതാറില്ല. അത്തരത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ
That means is, am, or was, were, has or have, had, will, shall, etc. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഡു ഓർ ഡസ് ഡിഡ് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹെൽപ്പിംഗ് വെർബ് എടുക്കണം. ഹെൽപ്പിംഗ് വെർബ് എഴുതിയതിന് ശേഷം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് ഏതാണോ അത് മിക്കവാറും പ്രോനൗൺ ആയിരിക്കും. ആ പ്രോനൗൺ ആയിരിക്കും സാധാരണ ഈ ടാഗിൽ വരിക. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ദെൻ ദാറ്റ് സബ്ജക്റ്റ് ദാറ്റ് ഈസ് പ്രോനൗണിൻ്റെ ഫോം ആയിരിക്കും വരിക. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. സോ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ കോമ then helping verb, then that pronoun, that subject itself, and put a question mark. ഇതാണ് സാധാരണഗതിയിൽ ടാഗിൻ്റെ ഒരു ഫോർമാറ്റ്. ഒന്നുകൂടി പറയാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ടാഗ് വരും. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പോസിറ്റീവ് ടാഗ് വരും. ടാഗ് എഴുതുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കോമയിട്ട് സ്മോൾ ലെറ്ററിൽ ഹെൽപ്പിംഗ് വെർബ് എഴുതണം. അത് നെഗറ്റീവ് ആണെങ്കിൽ ഈസിൻഡ് ഷോർട്ടാക്കി എഴുതണം. ഈസ് നോട്ട് എന്നല്ല എഴുതുക, ഈസിൻഡ്. അതുപോലെ ഡസിൻഡ്, അതുപോലെ കാണ്ട്, അതുപോലെ ഷാണ്ട്, അതുപോലെ കുഡിൻഡ്. അപ്പോൾ എൻ കോമ ടി ദാറ്റ് ഈസ് ഷോർട്ടായിട്ട് എഴുതണം. അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ദെൻ പ്രോനൗൺ ദാറ്റ് സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഏതാണോ അത് വരുന്ന ആ പ്രോനൗൺ ഏതാണോ അത് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇതാണ് ടാഗിൻ്റെ ഫോർമാറ്റ്. അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഡുവോ ഡസോ ഡിഡോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണഗതിയിൽ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചില രൂപങ്ങൾ, ഹെൽപ്പിംഗ് വെർബിൻ്റെ രൂപങ്ങൾ ഞാനിവിടെ ജസ്റ്റ് ഞാൻ പറയാൻ ഒന്ന് ശ്രമിക്കാം. ഇപ്പോൾ പോസിറ്റീവ് ഈസ് വരികയാണെങ്കിൽ ദ നെഗറ്റീവ് വിൽ ബി ഈസിൻഡ്. ആർ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ആറിൻഡ്. ആം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ആറിൻഡ്. വാസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാസിൻഡ്. വേർ വരികയാണെങ്കിൽ വെറിൻഡ്. ഹാസ് ഹാസിൻഡ്. ഹാവ് ഹാവിൻഡ്. ഹാഡ് ഹാഡിൻഡ്. ഡു ഡോണ്ട്. ഡസ് ഡസിൻഡ്. ഡിഡ് ഡിഡിൻഡ്. കാൻ കാൺഡ്. കുഡ് കുഡിൻഡ്. വിൽ വോണ്ട്. വുഡ് വുഡിൻഡ്. മേ മെയിൻഡ്. മൈറ്റ് മൈറ്റിൻഡ്. ഷാൽ ഷാൻഡ്. ഷുഡ് ഷുഡിൻഡ്. മസ്റ്റ് മസ്റ്റിൻഡ്. നീഡ് നീഡിൻഡ്. ഡയർ ഡയറിൻഡ്. യൂസ്ഡ് ഡിഡിൻഡ്. ഓട്ട് ഓട്ടിൻഡ്. ഇതാണ് സാധാരണഗതിയിൽ വരുന്ന വെർബ്സ്, ഹെൽപ്പിംഗ് വെർബ്സ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നെഗറ്റീവ് ആക്കുമ്പോൾ ഷോർട്ടായിട്ട് എഴുതണം. ഈസ് നോട്ട് എന്ന് എഴുതുന്നതിന് പകരം ഈസിൻ്റെ എന്ന് എഴുതി വെക്കണം എന്നർത്ഥം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സാധാരണഗതിയിൽ പ്രോനൗൺസ് ആണ് ടാഗിൽ വരിക. ഇപ്പോൾ ഹി എന്നുള്ള സബ്ജക്റ്റ് വരികയാണെങ്കിൽ ടാഗിൽ ഹി തന്നെയാണ് വരിക. ഷീ ഷീ തന്നെ വരും. ദേ വരുമ്പോൾ ദേ. ദ ബോയ് എന്ന് വരുമ്പോൾ ഹി എന്നാണ് വരിക. ദ ഗേൾ വരുമ്പോൾ ഷീ എന്നാണ് വരിക. ദെൻ എനി നെയിം പേരുകൾ വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോനൗൺ ആണ് വരിക. അത് ഹി ആണുങ്ങളാണെങ്കിൽ ദാറ്റ് മെയിൽ ഇഫക്റ്റ് ആണെങ്കിൽ ഹി എന്നും ഫീമെയിൽ ഇഫക്റ്റ് ആണെങ്കിൽ ഷീ എന്നുമാണ് വരിക. എനി സിംഗുലർ മെയിൽ സബ്ജക്റ്റ് that is what is called he, and any singular female subject that is she, and a plural male or female subject they. Plural വരികയാണെങ്കിൽ they എന്ന് വരണം. and any singular inanimate subject, അതായത് മനുഷ്യനല്ലാത്ത വസ്തുക്കൾ വരികയാണെങ്കിൽ, അതായത് ജീവനില്ല, ഇന്നാനിമേറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾ എന്നർത്ഥം. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് വരും. എനി പ്ലൂറൽ ഇൻആനിമേറ്റ് സബ്ജക്റ്റ് വരികയാണെങ്കിൽ ദേ വരണം. ആൻഡ് ഓൾസോ എവരി വൺ വരികയാണെങ്കിൽ ദേ. ആൻഡ് എവരി ബോഡി വരികയാണെങ്കിൽ ദേ. നൺ ഓഫ് അസ് വി. സം ഓഫ് അസ് വി. നൺ ഓഫ് യു യു. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ദേ. ആൻഡ് ലെറ്റസ് വി. ആൻഡ് വൺ. അപ്പോൾ ഏകദേശം നമ്മുടെ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. സബ്ജക്റ്റ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കൺസേൺഡ് പ്രോനൗൺ ആയിരിക്കണം വരേണ്ടത്. ആഫ്റ്റർ ദാറ്റ്
ഒരു ചെറിയ കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ഇമ്പറേറ്റീവ് വെർബ്സ് വരുമ്പോൾ ടാഗ് വരുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഇഫ് ദേ ആർ സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ ദേ യൂഷ്വലി ടേക്ക് വിൽ യു. സാധാരണ വിൽ യു എന്ന് ചേർത്താൽ മതി. സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒരു സിമ്പിൾ ഒരു റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ, ഇമ്പറേറ്റീവ് ഫോമിലാണ് വരുന്നതെങ്കിൽ വിൽ യു ഈസ് ദ ടാഗ്. വിൽ യു ആണ് ടാഗായിട്ട് വരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇഫ് ദ വെർബ്സ് ആർ നീഡ് ഫോർ ഇൻവിറ്റേഷൻ ഓർ സജഷൻസ്, നമ്മുടെ ഇമ്പറേറ്റീവ് മൂഡ് ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ സജഷനോ ആണെങ്കിൽ, ഇൻവിറ്റേഷൻ ഓർ സജഷൻ അത് വരികയാണെങ്കിൽ അപ്പോഴും ടാഗ് വിൽ ബി വിൽ യു. ആ ടാഗ് വിൽ യു എന്നാണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഏറ്റവും കറക്റ്റ് വോണ്ട് യു എന്നാണ്. സജഷനും ക്ഷണവും വരുമ്പോൾ, ഇൻവിറ്റേഷനും സജഷനും വരുമ്പോൾ വിൽ യു എന്നാണ് വരിക സാധാരണഗതിയിൽ. പക്ഷേ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കലി വോണ്ട് യു എന്നാണ് ടാഗ് വരേണ്ടത്. വോണ്ട് യു, WONTYOU, വോണ്ട് യു. ദ നെക്സ്റ്റ്, won't you is the form of question tag used with entreaties or request that have the force of entreaties. അതായത് അഭ്യർത്ഥന പോലുള്ള അപേക്ഷകളോ കാണിക്കുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ വോണ്ട് യു എന്നാണ് ഉപയോഗിക്കുക. വോണ്ട് യു എന്നാണ് സാധാരണഗതിയിൽ ടാഗ് ഉപയോഗിക്കുക. ദ നെക്സ്റ്റ്, an imperative verb that expresses impatience or has the force of rebuke, takes can't you. അതായത് നമുക്കൊരു നിഷേധാത്മക നമ്മൾ പറയുക സാധാരണ ക്ഷമയില്ലാത്തൊരവസ്ഥ, അതുപോലെ ശാസന, ദേഷ്യം വരിക, അത്തരത്തിലുള്ള ഒരു ഇമ്പറേറ്റീവ് മൂഡാണെങ്കിൽ എപ്പോഴും കാൺട്ട് യു എന്നുള്ള ടാഗാണ് കൂടുതൽ നല്ലത്. കാൺട്ട് യു ആണ് ഉപയോഗിക്കുക. ആൻഡ് ആൾസോ എ സജഷൻസ് ദാറ്റ് യൂസ്ഡ് ലെറ്റസ്, ഒരു സജഷൻ അത് ലെറ്റസ് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ദ ടാഗ് വിൽ ബി ഷാൽവി. ടാഗ് ഷാൽവി ആയിരിക്കും അർത്ഥം. അതുപോലെ തന്നെ ആം നോട്ട് എന്നുള്ള ഒരു വെർബാണ് നമ്മൾ വരുന്നതെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ ദ ഇൻ്ററോഗേറ്റീവ് ഫോം ഓഫ് ആം നോട്ടിൻ്റെ ഇൻ്ററോഗേറ്റീവ് ഫോം ശരിക്കും ആറിൻ്റ് എന്നാണ്. AREN, T എന്നാണ്. ആം നോട്ട് എന്നല്ല, ആറിൻ്റ് എന്നാണ് അർത്ഥം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം നമ്മുടെ മനസ്സിലുണ്ടായാൽ ദ ടാഗ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ടെയിൽ ക്വസ്റ്റ്യൻ, ഒരു ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഗ്രാമർ ഇംഗ്ലീഷിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ഇംഗ്ലീഷിൽ വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗ്രാമർ പാറ്റേൺ ആണിത്. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഊന്നൽ കൊടുക്കാനോ ഒരു ഫോഴ്സ് ആഡ് ചെയ്യാനോ അത് ചോദ്യത്തിൻ്റെ രൂപേണ എന്ന് നമുക്ക് സ്ട്രെസ് ചെയ്ത് പറയാൻ, എന്ന ചോദ്യം മുഴുവനായിട്ട് ചോദിക്കാതെ ചോദ്യത്തിൻ്റെ ഇഫക്റ്റ് തരുന്ന ഒരു ഗ്രാമറാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ താഴെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്പർ 1, he is very clever. It is a positive sentence. So tag will be negative. Isn't he? കാരണം അവിടെ is helping verb ആണ്. So isn't he? And number 2, John did not come today. It's a negative sentence and helping verb did. Did he? Few people listen. Few is a negative form. Few is a semi-negative. So do they. A little progress had been made. That is positive sentence. So tag will be had in it. Negative tag. Had in it. Had is the helping verb.
You haven't eaten anything. You haven't eaten anything. Negative statement. So have you. Have you. Positive tag. Please help me. Please help me. It is a simple request. സാധാരണ റിക്വസ്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ വിൽ യു. വിൽ യു എന്നാണ് സാധാരണ ഉപയോഗിക്കുക. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല. വിൽ യു എന്ന് കൊടുത്താൽ മതി. റിമെമ്പർ ടു ലോക്ക് ദ ഡോർ. റിമെമ്പർ ടു ലോക്ക് ദ ഡോർ. അവിടെ വോണ്ട് യു എന്നാണ് വരിക. അവിടെ വിൽ യു എന്നല്ല ഉപയോഗിക്കാൻ നല്ലത് വോണ്ട് യു. കാരണം മോർ അർജൻസിയാണ്. മോർ അർജൻസി. പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ വോണ്ട് യു എന്നാണ് ടാഗ് വരിക. ആൻഡ് ലെറ്റ് us go for a walk. Let us go for a walk. Let us എന്നുള്ള സജഷൻ വരികയാണെങ്കിൽ shall we എന്നാണ് വരിക. Shall we is the tag. Use your common sense. Use your common sense. Impatience, rebuke. നമുക്ക് ശാസന അല്ലെങ്കിൽ അക്ഷമ, ക്ഷമയില്ലാത്തൊരവസ്ഥയൊക്കെ വരികയാണെങ്കിൽ കാൺട് യു എന്നാണ് ഏറ്റവും നല്ല ടാഗ്. I am very clever. I am very clever is a positive statement. Am എന്നാണ് അവിടെ ഹെൽപ്പിംഗ് വെർബ്. അതിന്റെ ടാഗ് ആർ ഇൻഡ് എന്നാണ്. അപ്പോൾ ആർ ഇൻഡ് ഐ. ആർ ഇൻഡ് ഐ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. അതിൽ കുറച്ച് സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്യൂ, ലിറ്റിൽ, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം എന്നുള്ള വാക്കുകളൊക്കെ, റെയർലി എന്നുള്ള വാക്കുകളൊക്കെ ഓർത്തിരിക്കുക. അത് സെമി നെഗറ്റീവ് ആണ്. എ ഫ്യൂ, എ ലിറ്റിൽ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. എ ഫ്യൂ, എ ലിറ്റിൽ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ. ദ എർത്ത് ഈസ് നോട്ട് ഫ്ലാറ്റ്. It is a negative sentence. So the tag will be positive. Is it? They came yesterday. It is a positive sentence. Therefore the tag will be didn't they. അവിടെ came എന്നുള്ള വെർബാണ്. cameന്റെ ഫോം past tense ആണ്. അപ്പോൾ did. Did is the helping verb. Didn't they. Minnie speaks German. Doesn't she? Doesn't she? Everyone wants to see TV. Don't they? Jane was the most honest of men. Wasn't he? You needn't stay long. Need you? He would not do such a foolish thing. He would not do such a foolish thing, would he? There are many flowers in the garden. There are many flowers in the garden. Aren't there? Aren't there? A few people know the answer. Don't they? A few എന്നുള്ളത് അവിടെ പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. Don't they? Lakshmi has not finished her work. Has she? Lakshmi has not. Negative sentence. So positive tag. Has she? Okay. വളരെ ക്ലിയർ ആണ്. സിമ്പിൾ ഗ്രാമർ ആണ്. ആലോചിച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. താങ്ക് യു.